അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് യുഎയുടെ ഒരു പുതിയ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ്. അതിൽ നമ്മൾ മെയിനായിട്ടും അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രൈറ്റ് കേരള എന്നുള്ള ഒരു വ്യക്തി നടത്തിയ യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുള്ള 2 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കാണ്. അപ്പം ബേസിക്കലി അദ്ദേഹം കൊണ്ടുവരുന്ന നമ്മുടെ ഏജ് ഓൾഡ് ആർഗ്യുമെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഓഫ് ഈഗിൾ തന്നെ ഒരു ഇമോഷണൽ അപ്പീലിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ ഒരു വീഡിയോയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് അതിനോടുള്ള ഒരു റിയാക്ഷൻ ഒന്ന് സമറൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഇവിടെയുള്ള മനുഷ്യരെയും ജീവജാലങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയ ആളാണല്ലോ ദൈവം. അതുകൊണ്ട് തന്നെ സർവ്വശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ദൈവം, അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റിയാണ് ദൈവം. അതുപോലെ നന്മയുടെ നിറകുടമാണ്. നന്മ മാത്രമേ ഉള്ളൂ, അല്ലാതെ തിന്മ ദൈവത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. തിന്മ ഉണ്ടെങ്കിൽ അത് ദൈവമായില്ലല്ലോ. പിന്നെ ഒരുപാട് അറിവുള്ള വ്യക്തിയായിരിക്കണം. ലോകത്തിൽ ഇത്ര മനുഷ്യരുണ്ടോ ആ മനുഷ്യരുടെ അറിവിനൊക്കെ അപ്പുറം അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ദൈവം. അതായത് ആ ദൈവം ഈ സമൂഹത്തിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു പറഞ്ഞു. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും കുട്ടികൾ ലൈംഗികമായിട്ടുള്ള പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ മിക്കതും വലിയൊരു ശതമാനവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ പീഡനങ്ങളൊക്കെ എല്ലായ്പ്പോഴും കാണുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം. നമ്മുടെ ഒരു സുഹൃത്തിനെ നമ്മൾ സംഘടിപ്പിക്കുക. ആ സുഹൃത്ത് ഇത്തരത്തിലുള്ള ഒരു പീഡനം കണ്ടുവരുന്നത് നമ്മുടെ സുഹൃത്തായിരിക്കാം, നമ്മുടെ അച്ഛനായിരിക്കാം, നമ്മുടെ സഹോദരനായിരിക്കാം, നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പിച്ച് ചെയ്യുന്ന രംഗങ്ങൾ കണ്ടുവരുന്നില്ല. അത് പൂർണ്ണമായിട്ടും അവിടെ ഇരുന്ന് കണ്ട് അതിനുശേഷം നമ്മുടെ അടുത്ത് വന്ന് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം കണ്ടുവെന്ന് ആ വ്യക്തി നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നമ്മൾ ആ സുഹൃത്തിനെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആ വ്യക്തിയെ കാണുന്നത്. നമുക്ക് പിന്നീട് ആ വ്യക്തിയുടെ മുഖത്തേക്ക് സ്നേഹത്തോട് നോക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ വെറുതെ നോക്കാൻ സാധിക്കുമോ? നമ്മൾ വളരെ അറപ്പോടുകൂടിയായിരിക്കില്ല ആ വ്യക്തിയെ നോക്കി കാണുന്നത്. അവിടെ ആ കുഞ്ഞിനെ പിച്ച് ചെയ്തിട്ടുള്ള വ്യക്തികളെക്കാൾ ക്രൂരനായിട്ടുള്ള വ്യക്തി ആയിരിക്കും നമ്മുടെ ഈ സുഹൃത്ത്. അതവിടെ നിന്ന് കണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ ആ സുഹൃത്ത്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കേസ് കൊടുക്കണം, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. കാരണം ഒരു പിഞ്ചു കുഞ്ഞാണ് അവിടെ മോശമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയത്. ആ കേസിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ സുഹൃത്ത് പെടും. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ. ഇത് ദൈവത്തിന് ബാധകമല്ലേ? ദൈവത്തിന് എങ്ങനെ ഇത് കാണാൻ സാധിക്കുന്നു? ഒരല്പമെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ, ഒരു പൊടിക്കെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് ഇത് കണ്ടിരിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഒന്നോ രണ്ടോ അല്ല, ഓരോ നിമിഷവും ഓരോ ദിവസവും എല്ലാ ദിവസങ്ങളിലും ഇത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എങ്ങനെ ഒരു വ്യക്തിക്ക് സാധ്യമാകും? ആ വ്യക്തിയുടെ മനോനില എങ്ങനെയാണ്? അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എത്രമാത്രം പുച്ഛത്തോടു കൂടിയാണ് ആ സുഹൃത്തിനെ കണ്ടത്, അതേ രീതിയിൽ അതേ പുച്ഛത്തോടു കൂടി മാത്രമല്ലാതെ നമുക്ക് ആ ഒരു ദൈവത്തെ കാണാൻ സാധിക്കുമോ? ആ ദൈവത്തെ നമുക്ക് എങ്ങനെയാണ് ആരാധിക്കാൻ സാധിക്കുന്നത്? ഇവിടെ ആ ദൈവം ഒരു സൂപ്പർമാനെ പോലെ പറന്നുപോയി ആ കാര്യങ്ങളൊക്കെ തടയണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ആ ദൈവത്തിന്റെ ആ മനോ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ആ ദൈവം അങ്ങനെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അങ്ങനെയൊക്കെ നടക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ ആൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഒരിക്കലും എനിക്ക് ആരാധിക്കാൻ സാധിക്കില്ല. ഇതാ ഓക്കെ, ഇത് നമ്മുടെ മെയിൻ പ്രോബ്ലം ഓഫ് വ്യൂ എന്നുള്ള ആർഗ്യുമെന്റ് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള. ഇപ്പൊ നമ്മളിത് പല രീതിയിൽ പല വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പം ആ ഒരു പോയിന്റുകൾ തന്നെ ഈ ഒരു വീഡിയോയിലും സമ്മറൈസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമുക്ക് അഡീഷണൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്താണ് സാഹിബ് പുള്ളി പറഞ്ഞതിനോട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പോ ഇവിടെ അദ്ദേഹം പറഞ്ഞതില് ഞാൻ ആ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകളെ കുറിച്ച്, അതായത് ഇപ്പൊ അദ്ദേഹം നന്മ തിന്മ എന്നൊക്കെ പറയും. അപ്പൊ യഥാർത്ഥത്തില് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ കേട്ടിടത്തോളം മനസ്സിലായത് മൂപ്പര് അതായത് ഈ ദൈവവിശ്വാസി അല്ലാതെ ആയത് ഈ ഒരു പ്രോബ്ലം ഓഫ് പീപ്പിൾ എന്ന് അറിയപ്പെടുന്ന ആ ഒരു വിഷയം മനസ്സിലാക്കിയ ശേഷമാണ് എന്നുള്ളതാണ്. അപ്പോ ഈ പ്രോബ്ലം ഓഫ് ഈവിൾ എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ച ശേഷമാണ് മൂപ്പര് ദൈവവിശ്വാസം ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്റെ മനസ്സിലാക്കൽ പ്രശ്നം ഉണ്ടോ അറിയില്ല. ഇനി അത് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഈ ദൈവത്തെ കുറിച്ച് നന്മ തിന്മ, ദൈവം ഒരു നന്മയുള്ള ദൈവത്തിന് എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയും, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ മൂപ്പര് പറയുന്നുണ്ട്. അപ്പൊ അതില് ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നന്മ തിന്മ എന്നുള്ള സംഗതിക്ക് ദൈവം ഇല്ലെങ്കിൽ, അതായത് അദ്ദേഹം പറയുന്നത് ദൈവമില്ല എന്നുള്ള ഒരു നിലപാടിൽ എത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ദൈവമില്ല എന്നുള്ള ഒരു നിലപാടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നന്മ തിന്മ എന്നുള്ള വാക്കിന് തന്നെ മീനിങ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമ്മുടെ ഈ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ദ യൂണിവേഴ്സ് വി ഒബ്സർവ് ഹാസ് പ്രിസൈസ്ലി ദ പ്രോപ്പർട്ടീസ് വി ഷുഡ് എക്സ്പെക്ട് ഇഫ് ദർ ഈസ് അറ്റ് ബോട്ടം നോ ഡിസൈൻ, നോ പർപ്പസ്, നോ ഈവിൾ ആൻഡ് നോ ഗുഡ്, നത്തിങ് ബട്ട് ബ്ലൈൻഡ് പിറ്റിലെസ് ഇൻഡിഫറൻസ്. അതായത് നന്മ തിന്മ എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ല, ജസ്റ്റ് പിറ്റിലെസ് ഇൻഡിഫറൻസ്, അതായത് ഒരു പിന്നെ നിസ്സംഗത എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത്. റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് കൊണ്ട് എന്നല്ല, യഥാർത്ഥത്തിൽ ദൈവമില്ലെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. കാരണം അവിടെ പ്രത്യേകിച്ച് നന്മ തിന്മ എന്നുള്ള ആ മീനിങ്ങിന് തന്നെ, ആ വേർഡിന് തന്നെ മീനിങ് ഇല്ല. അപ്പോ ഇത് നമ്മൾ കാണിക്കേണ്ട ഒരു ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. കാരണം ദൈവമില്ല എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഈ ആ വേർഡ് തന്നെ ഉപയോഗിക്കുന്നതിന് മീനിങ് ഇല്ല, ഡസന്റ് ഹാവ് എനി മീനിങ്. അതായത് ദൈവമില്ലാത്ത ഒരു ആശയ പരിസരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഗതി നടക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ പോലും കഴിയില്ല. ഇതിങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഷാനു എന്താണ് സംസാരിക്കുന്നത്? അസ്സലാമു അലൈക്കും. ഒരു രീതിയിൽ ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നതല്ല, ഒരു ഇന്റേണൽ ക്രിറ്റിക് എന്ന രീതിയിൽ പറയുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ആ ദൈവം
കാരുണ്യവാനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ആ ദൈവം നന്മ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇന്റേണൽ ക്രിട്ടിക്കാണ്. അപ്പൊ ഇന്റേണൽ ക്രിട്ടിക്ക് നടക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന വേറെ ചില വിശ്വാസങ്ങളുമായിട്ട് എന്തുണ്ട് വൈരുദ്ധ്യം പുലർത്തുന്നുണ്ട് എന്ന് കാണിച്ചാൽ മതിയാവും. സോ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഒരാൾക്ക് മുന്നോട്ട് വെക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു കാര്യത്തിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മൂപ്പരുടെ ഒറിജിനൽ വീഡിയോയിൽ ഇതൊരു ചോദ്യ രൂപേണയാണ് മൂപ്പര് അവതരിപ്പിക്കുന്നത്. വിശ്വാസികൾക്ക് ആർക്കും ഇതിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്ന രീതിയിൽ ഒരു ചോദ്യ രൂപേണയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഒരു ചോദ്യത്തിന് ആർക്കും മറുപടി പറയാൻ പറ്റിയില്ല എന്നതുകൊണ്ട് ഒരു ആശയമോ ഒരു ആദർശമോ ഒന്നും ഏതെങ്കിലും രീതിയിൽ ഇതിന് പ്രശ്നം വരില്ല. ഉദാഹരണത്തിന് ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്താണ് എന്നത് ഇപ്പൊ ഖുറാനിലോ ഹദീസിലോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കും. നമുക്ക് യുക്തിപരമായും കണ്ടെത്താൻ കഴിയുന്നില്ല ദൈവം ആദ്യം സൃഷ്ടിച്ച വസ്തു എന്താണ് എന്നുള്ളത്. അപ്പം ലോകത്തൊരു ദൈവവിശ്വാസിക്കും അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് ദൈവം ഇല്ല എന്ന് വരില്ല. ഒരു ചോദ്യത്തിന് നമുക്ക് മറുപടി അറിയില്ല എന്നതുകൊണ്ടോ ആർക്കും മറുപടി പറയാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടോ ദൈവം ഇല്ല എന്ന് വരില്ല. പക്ഷെ പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് കാരണോട് ആർഗ്യുമെന്റ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ ചില ആർഗ്യുമെന്റ്സ് നമുക്ക് ചോദ്യ രൂപേണ അവതരിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരാൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ വെള്ളം കാണുന്നില്ല, അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് മഴ പെയ്തു എന്നൊരാൾ പറയണം. അപ്പൊ നമ്മൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ നിലത്ത് വെള്ളം കാണുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ ചോദിക്കാം, എന്താണ് വെള്ളം എവിടെ, മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം എവിടെ എന്ന് ചോദിക്കാം. ഇതൊരു ചോദ്യ രൂപേണയാണെങ്കിൽ പോലും അതൊരു ആർഗ്യുമെന്റ് ആണ് ചോദ്യ രൂപേണ ആൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ ഇത് ചോദ്യ രൂപേണ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം ചോദിക്കുന്ന ആളില് ഉത്തരം പറയുന്ന ആളിലേക്ക് ബേർഡൻ ഓഫ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ദ ബേർഡൻ ഓഫ് പ്രൂഫ്, അതായത് ഇത് തെളിയിക്കേണ്ടത് അഥവാ ദൈവം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പീഡനങ്ങളൊന്നും സംഭവിക്കില്ല എന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ വാദം മുന്നോട്ട് വെക്കുന്ന ആൾക്കാണ്. അപ്പം അതിൽ നിന്നൊരു ബേർഡൻ ഓഫ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ചോദ്യ രൂപയാണ് ഈ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ബേർഡൻ ഓഫ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ദ ബേർഡൻ ഓഫ് പ്രൂഫ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ ഈ പ്രോബ്ലം ഓഫ് വ്യൂവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് ഇവിടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ, അതായത് ഒരു ചോദ്യമൊക്കെ ചോദിച്ചോണ്ടാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സുഹൃത്തുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്ത് ഇത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് എത്ര മോശം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള എമോഷണൽ ആയിട്ടുള്ള ഒരു സാധനം വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ചോദ്യത്തെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി അങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയോട് അദ്ദേഹത്തിന് ശരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തിരിച്ചും നമുക്കൊരു ചിന്താ പരീക്ഷണം സമാന സ്വഭാവത്തിൽ ചോദിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട് എന്ന് കരുതുക. അങ്ങനെ ഒരു സുഹൃത്ത് ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന, നീതിയും അനീതിയും ഇല്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയെ ജനങ്ങൾക്കിടയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ആ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ബലാത്സംഗങ്ങൾ, അതുപോലെ തന്നെ ക്രൂരതകൾ, അത് ഈ പറഞ്ഞ പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ, വൃദ്ധന്മാരുൾപ്പെടെ ആർക്കും നീതിയും അനീതിയും ലഭിക്കാത്ത ഒരു ലോകം ഇവിടെ ഉണ്ടാകാൻ കാരണമാകുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ ഒരു വ്യക്തിയുടെ പ്രൊപ്പഗേഷനിലൂടെ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മികച്ച വൃത്തികേട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്താ പരീക്ഷണത്തിൽ കൊണ്ടുവന്ന ആ വ്യക്തി ചെയ്യുന്നതിനേക്കാൾ 10,000 മടങ്ങ് വൃത്തികേടാണ് ഈ രണ്ടാമത് ചെയ്യുന്ന വ്യക്തി ചെയ്യുന്നത്. കാരണം ഹി ഡയറക്ട്ലി കോസിങ് ഇറ്റ്. ഈ പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് ഈ രൂപത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ലാകുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കാരണമായി വർത്തിക്കുകയാണ് ആ വ്യക്തി ചെയ്യുന്നത്. രണ്ടാമത്തെ വ്യക്തിക്ക് അതിൽ ഇദ്ദേഹം പറയുന്ന ഉദാഹരണത്തിലുള്ള വ്യക്തി അതിന് ഡയറക്ട്ലി കാരണമാകുന്നില്ല. അദ്ദേഹം ജസ്റ്റ് കണ്ടു നിൽക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ ആ ക്രൂരകൃത്യത്തിന് തന്നെ അടിസ്ഥാന കാരണമായി ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ 10,000 മടങ്ങ് കുറ്റവാളിയായിട്ടുള്ളത്. അപ്പോ എമോഷണൽ ആയിട്ട് ഇദ്ദേഹം ഈ ആർഗ്യുമെന്റ് മേക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും എമോഷണലി ഇങ്ങനെ വ്യക്തികൾ സഫറിങ്സ് അനുഭവിക്കുന്നതിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, വ്യക്തികൾ ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിലുള്ള ഒരു പ്രശ്നം ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് മേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് റിയലി ഹിസ് കൺസേൺ, ദെൻ ഹി ഷുഡ് ഷട്ട് ഹിസ് മൗത്ത്. അദ്ദേഹം എത്തീസം എന്ന് പറയുന്ന ഈ ആശയത്തിന് വേണ്ടി സംസാരിക്കുന്നത് നിർത്താൻ ആദ്യം ചെയ്യേണ്ടത്. കാരണം നാസ്തികമായിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നീതി ഉണ്ടാകുന്നില്ല, അവിടെ ന്യായം ഉണ്ടാകുന്നില്ല, അവിടെ ഒരു തരത്തിലുള്ള ജസ്റ്റിസും ഉണ്ടാകുന്നില്ല. ഇനി ബലാത്സംഗം ചെയ്യാൻ പോകുന്ന ബലാത്സംഗിയായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നേച്ചർ തന്നെ ബലാത്സംഗത്തിലൂടെ മാത്രമേ ഒരു പ്ലഷർ കിട്ടൂ എന്ന സ്വഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി,
അങ്ങനെ ഒരു വ്യക്തിയെ ഒരു രൂപത്തിലും പിന്തിരിപ്പിക്കാനുള്ള ഒരു ആശയഘടന ഈ പറഞ്ഞ നാസ്തികതയ്ക്കകത്തില്ല. ഇനി നാസ്തികതയ്ക്കകത്ത് കൂടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് ഇറ്റ്സ് റെയർ ഓഫ് റെയറസ്. യാദൃച്ഛികതയുടെ മൂർധന്യാവസ്ഥയിൽ എങ്ങനെയോ വീണ് കിട്ടിയ ഒന്ന് മാത്രമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ ഒരു വ്യക്തി താൻ എങ്ങനെയെല്ലാമാണോ ആസ്വദിച്ച് തീർക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയെല്ലാം ആസ്വദിച്ച് തീർക്കുക എന്നുള്ളതിനുള്ള യുക്തി മാത്രമാണ് നാസ്തികത നൽകുന്നത്. അപ്പോ നാസ്തികതയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നാസ്തികമായിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിലൂടെ ഒരു മനുഷ്യൻ ഈ കാണുന്ന ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ബലാത്സംഗത്തിലൂടെ സെൽഫ് പ്ലഷർ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നേടിയെടുക്കുക എന്നുള്ളതിന് മാത്രമാണ് അവിടെ യുക്തിയുള്ളത്. മോഷണത്തിലൂടെ കുറെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കുറെ സമ്പാദ്യം ഉണ്ടാക്കാം എന്നുള്ളൊരു യുക്തി മാത്രമാണ് നാസ്തികത നൽകുന്നത്. ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ടോ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടോ താൻ ഉദ്ദേശിക്കുന്ന ഒരു ലോക വ്യവസ്ഥയെ ഉണ്ടാക്കി അതിൽ അഭിരമിക്കാനാണ് ആരെങ്കിലും താല്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ലോക വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കാൻ ആ വ്യക്തിക്ക് ന്യായമാവുക മാത്രമാണ് നാസ്തികത ചെയ്യുന്നത്. അഥവാ ഇറ്റ്സ് നോട്ട് എ ക്യൂർ. എത്തിസം ഒരു രൂപത്തിലും ഈ പറയുന്ന ഇവിൽസിന്, ഈ കാണുന്ന സഫറിങ്സിന് പരിഹാരമാകുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രശ്നത്തിന്റെ റൂട്ട് കടക്കുന്നത് തന്നെ നാസ്തികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോക വ്യവസ്ഥയിലാണ്. അപ്പോ ഇഫ് ഇറ്റ്സ് റിയലി യുവർ കൺസേൺ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഷട്ട് യുവർ മൗത്ത്. നിങ്ങൾ ഈ പറഞ്ഞ നാസ്തികത പ്രചരിപ്പിക്കുന്ന ആ ഒരു പരിപാടി അവിടെ നിർത്തിപ്പോവാ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോറൽ ആയിട്ടുള്ള കാര്യം. സോ എന്ന് മാത്രമല്ല, പിന്നെ വ്യക്തികളുടെ പിന്നെ വെൽഫെയറിന് വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും തരത്തിൽ വാല്യൂ നിങ്ങൾ കൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, നാസ്തികതയിലൂടെ ഒരു പിന്നെ ജീവിതത്തെ നോക്കി കാണുന്ന വ്യക്തി, നാസ്തികത എന്താണ് മനുഷ്യനോട് മാനസികമായി ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായി തന്നെ നടന്നിട്ടുള്ള പഠനങ്ങളുണ്ട്. ഇപ്പോ പ്യൂർ റിസർച്ചിന്റെ പഠനമുണ്ട് 2019 പിന്നെ എങ്ങനെയാണ് വിശ്വാസവും വിശ്വാസമില്ലായ്മയും മനുഷ്യരുടെ ഹെൽത്തിനെയും മറ്റൊക്കെ ബാധിക്കുന്നത് എന്നുള്ള തലക്കെട്ടിൽ വരുന്ന പഠനം. ആ പഠനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്തീസം എന്ന് പറയുന്നത് ഡിപ്രഷൻ, എത്തിസ്റ്റുകളിലാണ് ഡിപ്രഷൻ കൂടുതലായി കാണപ്പെടുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടിക്കലി റിലീജിയസ് ആയിട്ടുള്ള ആളുകളിലാണ് കൂടുതൽ സമാധാനവും സന്തോഷം കാണുന്നത് എന്നുള്ളതൊക്കെ സ്റ്റഡീസ് പറയുന്ന കാര്യമാണ്. ഇത് തന്നെ അനവധി പഠനങ്ങൾ കാണാൻ കഴിയും. ഇവര് പറയുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ സന്തോഷത്തെക്കുറിച്ച് പറയുന്നിടത്ത് പോലും അവിടെ നടക്കുന്ന ഇപ്പോൾ ഷാഡോസ് ഓഫ് ഹാപ്പിനെസ് എന്ന തലക്കെട്ടിലൊക്കെ ഉള്ള പഠനങ്ങൾ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ആളുകളിലാണ് കൂടുതൽ ഹാപ്പിനെസ് കാണുന്നത്, കൂടുതൽ സമാധാനം കാണുന്നത്, കൂടുതൽ സന്തോഷം കാണുന്നത്. അപ്പോൾ വ്യക്തികളുടെ സമാധാനത്തിനും സന്തോഷത്തിനും നിങ്ങൾ വലിയ രൂപത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവരുടെ സഫറിങ് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ, ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് യു ക്യാൻ ഡു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ഇവിടെ ദൈവവിശ്വാസം പ്രചരിപ്പിക്കുക എന്നുള്ളത്. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും, അവരുടെ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി റേറ്റ് കുറയും, അതുപോലെ തന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകും. സമൂഹം ഉണ്ടായി വരുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നരവംശ പഠനങ്ങൾ തന്നെ പറയുന്നത് വെറും ഗോത്രങ്ങളായി യുദ്ധം ചെയ്തിരുന്ന മനുഷ്യരെ ഒരുമിപ്പിച്ചത്, അവരെ കൊണ്ട് സമൂഹങ്ങൾ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ അവർക്കിടയിൽ മോറൽ യൂണിഫിക്കേഷൻ കൊണ്ടുവന്നത്, സമൂഹത്തിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ഏകോപനം കൊണ്ടുവന്ന് ഇന്നത്തെ ആധുനിക രാഷ്ട്ര ഘടനകളിലേക്ക് പോലും കൊണ്ടെത്തിച്ചത്, ആധുനിക മനുഷ്യാവകാശ നിയമങ്ങളിലോട്ട് കൊണ്ടെത്തിച്ചത്, ആധുനിക ഭരണകൂടത്തിലേക്കും ഭരണഘടനകളിലേക്കും കൊണ്ടുപോയി എത്തിച്ചത് അടിസ്ഥാനപരമായി പ്രാഥമികമായി മതദർശനങ്ങളാണ്, ദൈവവിശ്വാസമാണ്. അപ്പോ മനുഷ്യന്റെ ഈ നാഗരികതകളെ മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, മനുഷ്യന്റെ മാനസിക നിലയെ ഏറ്റവും നല്ല രൂപത്തിൽ സഹായിക്കുന്നത്, മനുഷ്യന്റെ ധാർമ്മികമായ നിലനിൽപ്പിന് ഏറ്റവും അനുയോജ്യമായത് എന്നിങ്ങനെ ദി ഗ്രേറ്റസ്റ്റ് ഗുഡ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഒരു മനുഷ്യന് ഈ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. ആ നന്മയെ എതിർത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ പറയുന്ന എത്തീസം മനുഷ്യന് നൽകുന്ന എന്താണ്? മനുഷ്യൻ ഏറ്റവും സെൽഫിഷായി ബിഹേവ് ചെയ്യാൻ മാത്രം യുക്തി നൽകുന്ന ഒരു സാധനമാണ് എത്തീസം. കാരണം നിങ്ങളൊരു നാസ്തികനാണ് എന്നുണ്ടെങ്കിൽ, നാസ്തികതയിൽ ഊന്നിക്കൊണ്ട് ഈ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രൂപത്തിൽ, ഏത് രൂപത്തിൽ ഈ കാണുന്ന ജീവിതത്തെ ആസ്വദിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അത് ആ രൂപത്തിൽ ആസ്വദിച്ച് തീർക്കുക എന്നുള്ളതിന് മാത്രമാണ് നാസ്തികത യുക്തി നൽകുന്നത്. അതുകൊണ്ടാണ് പിന്നെ പരിണാമപരമായിട്ട് തന്നെ മനുഷ്യന്റെ അഡാപ്റ്റബിലിറ്റിയിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥനാണെങ്കിൽ മാത്രമാണ് പിന്നെ അവൻ അഡാപ്റ്റ് ചെയ്ത് അടുത്ത തലമുറയിലോട്ട് എത്താൻ കഴിയുള്ളൂ, ആ ജനറ്റിക്സ് കോപ്പി ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ സ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ, സ്വാർത്ഥത എന്ന് പറയുന്നത് ഇറ്റ്സ് ദി റൂട്ട് ഓഫ് ഓൾ എവിൽ, എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. കാരണം മോഷ്ടിക്കുന്നവരാണെങ്കിലും, ബലാത്സംഗം ചെയ്യുന്നവരാണെങ്കിലും, കൊള്ളയടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും, കൊലപാതകം ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിലും, ഈ നേരത്തെ ഇദ്ദേഹം തന്നെ ഉദാഹരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവരാണെങ്കിലും, അവരെല്ലാം അത് ചെയ്യുന്നത് അവരുടെ സെൽഫ് പ്ലഷറിന് വേണ്ടിയിട്ടാണ്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ ഇങ്ങനെയുള്ള സെൽഫിഷ്നെസ് എന്താണോ അതനുസരിച്ച് മാത്രം മനുഷ്യനെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു നാറിയ ആശയം ചുമന്നിട്ട് ആ ആശയത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രൊപ്പഗേഷന് സഹായകമാകുന്ന രീതിയിൽ ഒരു വീഡിയോ താങ്കൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അത്തരത്തിലുള്ള ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കളയാന്നുള്ളതാണ്. സോ പിന്നെ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതാണ്, ഡോണ്ട് യു ഹാവ് എ മോറൽ ഒബ്ലിഗേഷൻ ടു ഷട്ട് അപ്പ്? പിന്നെ ഇമാതിരി നാസ്തികത എന്ന് പറയുന്ന ഒരു ആശയത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളത് നിർത്തിപ്പോവുക എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പൊ അദ്ദേഹം ഈ എമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ദൈവമില്ല എന്നുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ ഉരുത്തിരിഞ്ഞ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അവിടെ എമോഷണൽ കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടി ഉദാഹരിക്കുന്ന ഈ എവിൽസും ഈ പറഞ്ഞ തെറ്റായ അല്ലെങ്കിൽ അധാർമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളുടെ റൂട്ട് കടക്കുന്നത് തന്നെ താങ്കൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആശയത്തിലാണ്. സോ താങ്കളുടെ കൺസേൺ റിയലി അതാണ് എന്നുള്ളത് തോന്നുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി പറഞ്ഞു വെക്കാനുള്ളത്. പ്രോബ്ലം ഓഫ് വിൽ എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ഇതിൽ ചർച്ച ചെയ്യാം. അതായത് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പം ചെറിയ കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത് ഒരു തെറ്റാണ്, വലിയൊരു തിന്മയാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് സംഭവിക്കുന്നത് കൊണ്ട് ഓക്കെ, അത് ദൈവമില്ല അല്ലെങ്കിൽ എങ്ങനെ ദൈവത്തിനുമായിട്ടുള്ള കൺസെപ്റ്റുമായിട്ട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. പക്ഷെ ഇതിലുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ദൈവമില്ലെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതായത് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ദൈവമില്ലെങ്കിൽ പറയാനുള്ള ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് തെറ്റാണ് എന്ന് ഇദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല. ദൈവമില്ലെങ്കിൽ, അതായത് പ്രപഞ്ചം യാദൃശ്ചികമായി സംഭവിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് മറ്റൊരു യാദൃശ്ചികത മാത്രമാണ്, അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഇദ്ദേഹം നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിന്, ദൈവനിഷേധം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് ഈ ഒരു ചോദ്യത്തിൽ. സയ്യൂബിന്റെ വോയിസ് കട്ടായോ? കട്ടായി. ഷാവില് കേൾക്കുന്നുണ്ടോ? ഇല്ല, സേവിക്കാന്റെ വോയിസ് കട്ടാണ്, സേവിക്ക സ്റ്റക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എന്താ വെച്ചാല്, പിന്നെ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് എത്തീസം ശരിയാണെങ്കിൽ ചെറിയ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് തെറ്റാണ് എന്ന് പറയാൻ പോലും കഴിയില്ല എന്നുള്ള. കാരണം എല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിക്കുകയാണ്. അതെന്ത് നന്മ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കാര്യം ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ടു ഡു നോട്ട് ടു ഡു, ഇതാണ് നന്മ തിന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ചെയ്യരുത്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്ത ഒരു ധാർമ്മികമായ കാര്യമാണ് എന്ന് പറയുന്ന സംഗതിയാണ് നന്മ തിന്മ എന്ന് പറയുന്നത്. പക്ഷെ എത്തീസം ശരിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എന്ത് അടിസ്ഥാനമുള്ളത്? ഒരു നിലക്കും എങ്ങനെ തല കുത്തി പറഞ്ഞാലും ഒരു യുക്തി വെച്ചിട്ടും ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പരമാവധി പറയാൻ പറ്റുക പിന്നെ നമ്മള് പ്രൊഡ്യൂഷണറി വോയിസിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, എല്ലാവരും മ്യൂട്ട് ആണെങ്കിൽ നല്ലതായിരുന്നു. എവിടുന്നോ എന്റെ ദീന്ന് തന്നെയാണോ അറിയില്ല. എനിവേ, അപ്പോ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരു അടിസ്ഥാനം എത്തീസത്തിലില്ല. നിരീശ്വരവാദം ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ വീക്ഷണമാണ് ശരിയെങ്കിൽ, ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹം കൊണ്ടുവന്ന അതേ കാര്യം അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പോലും പറ്റില്ല. കാരണം അത് യാദൃശ്ചികത മാത്രമാണ്. അത് ചുമ്മാ അങ്ങനെ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. തെറ്റാണെന്ന് പറയുന്ന എപ്പോഴാണ്? ഒരു കാര്യം അത് ചെയ്യുന്ന ആൾക്ക് അതിൽ ചോയ്സ് വേണം. രണ്ടാമത് അത് തെറ്റാണ് എന്ന് പറയാനൊരു ബേസ് വേണം. അപ്പൊ എത്തീസത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി പറയാൻ പറ്റുക മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നത് അങ്ങനെ ചില കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് പരമാവധി പറയാൻ പറ്റുക. പക്ഷെ അപ്പോഴും അത് അങ്ങനെയാണ് എന്നേ വരുന്നുള്ളൂ, അല്ലാണ്ട് അത് അങ്ങനെ ആവണം എന്നില്ല. മനുഷ്യന് ചില നന്മ തിന്മ എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടായി വന്നത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയുന്നതിന് അത് അങ്ങനെ തന്നെ ആവണം എന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കൊണ്ടുവന്ന ആ വിഷയം തന്നെ അത് തെറ്റാണ്, നടക്കാൻ പാടില്ല എന്ന് പറയാനുള്ള
യുക്തിപരമായിട്ടുള്ള ഒരു അടിസ്ഥാനവും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയില്ല. അറ്റീസത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഒരു കാര്യം നടക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കേണ്ടതാണ്, ഒരു കാര്യം ചെയ്യേണ്ടതാണ്, ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയാൻ ഒരു നിലക്കും അറ്റീസത്തിൽ നിന്നുകൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. ബാക്കി ഷാനു ആഡ് ചെയ്തോളൂ. അതെ, ഈ വിഷയത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് മോറൽ റിയലിസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എവല്യൂഷനിലൂടെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ, അല്ലെങ്കിൽ കേവലം അൺഗൈഡഡ് ആയിട്ടുള്ള ഒരു നാച്ചുറലിസ്റ്റിക് എവല്യൂഷനിലൂടെയാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നത് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ പറയാൻ പറ്റില്ല എന്ന് വാദിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതേപോലെ തന്നെ പ്രോബ്ലം ഓഫ് ഇവിലിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടും അതേപോലെ ആ റെസ്പോൺസിനുള്ള ഒബ്ജെക്ഷൻസ് റെസ്പോണ്ട് ചെയ്തുകൊണ്ടും നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും സമതും കൂടിയിട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും നമ്മൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ലൈക്ക് നാച്ചുറലിസ്റ്റിന് കൊണ്ടുവരാൻ കഴിയുന്നതിൽ വെച്ചുള്ള ഏറ്റവും നല്ല ആർഗ്യുമെന്റ് ആണ്. അവരുടെ കയ്യിലുള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ആർഗ്യുമെന്റ് ആണ്, സാമാന്യം തിരക്കേടില്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് പ്രോബ്ലം ഓഫ് ഇവിലെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ഇന്റേണൽ ക്രിറ്റീക്ക് എന്ന രീതിയിൽ. കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങൾ, അതിന് നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ആ ദൈവം കാരുണ്യവാനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ആ ദൈവം നന്മ മാത്രം ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ നന്മയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ ദൈവം എന്തുകൊണ്ടത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ഇന്റേണൽ ക്രിറ്റിക് എന്ന രീതിയിൽ അത് അവതരിപ്പിക്കാവുന്നതാണ്. ഇറ്റ്സ് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിൽ വെച്ചുള്ള നല്ലൊരു ആർഗ്യുമെന്റുമാണ്. പക്ഷെ പലപ്പോഴും എനിക്ക് അതിശയം തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്ന ആളുകൾ ഇപ്പൊ ഇതിന് 2 രീതിയിൽ, ഇപ്പൊ ഒരു ഇമോഷണൽ ആർഗ്യുമെന്റ് ആയിട്ടും എടുക്കാം, ഒരു റാഷണൽ ആർഗ്യുമെന്റ് ആയിട്ടും എടുക്കാം. അതായത് ഇതിനൊരു ഇമോഷണൽ അപ്പീൽ ഉണ്ട്. അതായത് പീഡനങ്ങൾ നടക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ചെറിയ കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു. ഇതിനൊരു ഇമോഷണൽ ആസ്പെക്ട് ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് പ്രോബ്ലം ഓഫ് ഇവിൽ എന്ന് പറയുന്നത് ഒരു റാഷണൽ ആർഗ്യുമെന്റ് കൂടി തന്നെയാണ്. കാരണം ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ദൈവവും ഇതും തമ്മിൽ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് മഴ പെയ്തിട്ടില്ല എന്നതിന്റെ എവിഡൻസ് ആണ് എന്നതുപോലെ തന്നെ ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാൻ പാടില്ല, പക്ഷെ ഇത് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നത് ദാറ്റ്സ് കൈൻഡ് ഓഫ് എ റാഷണൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ആളുകൾ അവതരിപ്പിക്കുന്നത് ഒരു ഇമോഷണലി ആണ് പലരും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ഇപ്പോ ഇതൊന്നും മനസ്സിലാക്കണമെങ്കിൽ ഇതേ ആർഗ്യുമെന്റ് ഇപ്പൊ ഒരാൾ യൂട്ടിലിറ്റേറിയനിസം ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. യൂട്ടിലിറ്റേറിയനിസം എടുത്തു കഴിഞ്ഞാൽ യൂട്ടിലിറ്റേറിയനിസം ബേസിക്കലി പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ നന്മ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്ലഷർ ഉണ്ടാക്കുക, പെയിന് മിനിമൈസ് ചെയ്യുക, പ്ലഷർ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഒരു ധാർമ്മിക വീക്ഷണമായിട്ട് ഒരാൾ എടുക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും നമുക്ക് ഇതേ ആർഗ്യുമെന്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ റൺ ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ ഇന്നലെ ദൈവത്തോട് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു, ദൈവം എനിക്ക് ഐസ്ക്രീം തന്നില്ല. സ്വാഭാവികമായും ദൈവം സർവശക്തനാണ്, ഐസ്ക്രീം ദൈവത്തിന് ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കാം, ദൈവത്തിന് എനിക്ക് തരാം. ഇനി ശൂന്യതയിൽ ഉണ്ടാക്കണമെന്നില്ല, ഇനി വേറെ എവിടെയെങ്കിലുള്ള ഐസ്ക്രീം വേണമെങ്കിൽ വെച്ച് ചെയ്തിട്ട് ദൈവത്തിന് എന്റെ അടുത്ത് കൊണ്ടെത്തിക്കാം. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനാണ്, അതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ദൈവം പരമകാരുണ്യവാനാണ്, നന്മ മാത്രം ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ പ്ലഷർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നന്മയാണ്. അപ്പൊ ദൈവം അത് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് ഈ പറയുന്ന പീഡനത്തിന്റെ ആർഗ്യുമെന്റും ഞാനിപ്പോ പറഞ്ഞ ആർഗ്യുമെന്റും റാഷണലി ഒരേപോലെ തന്നെയാണ്. കാരണം ഇവിടെ ഒരാൾക്ക് വന്നിട്ട് പറയാൻ പറ്റില്ല, കാരണം ഐസ്ക്രീം തരാതിരിക്കുന്ന ചെറിയ തെറ്റല്ലേ, മറ്റേത് വലിയ തെറ്റാണല്ലോ. പക്ഷെ ആ ഡിസ്റ്റിങ്ഷൻ അവിടെ വർക്ക് ആവില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്ലി ലവിങ് ആണ്, പെർഫെക്റ്റ്ലി ഗുഡ് ആണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായും ചെറിയ തെറ്റ് വലിയ തെറ്റ് അങ്ങനെയൊന്നുമില്ല. ദൈവം ഒരു രീതിയിലും ചെറിയ തെറ്റോ വലിയ തെറ്റോ ഒരു രീതിയിലുള്ള തെറ്റും ചെയ്യില്ല. അപ്പൊ സ്വാഭാവികമായും എനിക്ക് ഐസ്ക്രീം തന്നിട്ടില്ല അതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഐസ്ക്രീം ചോദിച്ചപ്പോൾ ദൈവം എനിക്ക് ഐസ്ക്രീം തന്നിട്ടില്ല അതുകൊണ്ട് ദൈവം ഇല്ല എന്നുള്ള ആർഗ്യുമെന്റും ഇവർ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റും ഈക്വലി അതിന്റെ റാഷണൽ ജസ്റ്റിഫിക്കേഷൻസ് അല്ലെങ്കിൽ റാഷണൽ പവർ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. പക്ഷെ നമ്മൾ ആരും ഇവർ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നതായി കാണാറില്ല. കാരണം അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഈ ഇമോഷണൽ അപ്പീൽ ഇല്ല എന്നുള്ളതാണ്. അത് ഇമോഷണലി ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ട്രിഗർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം സ്വാഭാവികം ഞാൻ വീണ്ടും അംഗീകരിക്കുന്നു, ഇതൊരു റാഷണൽ ആർഗ്യുമെന്റ് ആണ്. പക്ഷെ പലരും ഇത് ഇമോഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇമോഷണലി ചാർജ് ചെയ്തിട്ട് ഈ ആർഗ്യുമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് റെസ്പോൺസുകൾ കൊടുത്താലും അപ്പം നിങ്ങൾ ഈ പീഡനത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യണല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബലാത്സംഗത്തെയൊക്കെ അംഗീകരിക്കാനല്ലേ ഇത് അല്ലെങ്കിൽ ആ രീതി ഇമോഷണലി ട്രിഗർ ആക്കുകയും നമ്മളുടെ റെസ്പോൺസുകളെ റാഷണലി മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഐസ്ക്രീമിന്റെ ഉദാഹരണം ഇത് ഈക്വലി റാഷണൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഇമോഷണൽ അപ്പീൽ ഇല്ല. കാരണം ഐസ്ക്രീം തരാൻ എനിക്ക് തന്നിട്ടില്ല അതൊന്നും പറഞ്ഞിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ദൈവത്തോട് വിയോജിപ്പ് തോന്നില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾ റാഷണലി ആണ് ദൈവം ഇല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ഇമോഷണൽ
ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷണലി അപ്പീൽ കൊടുക്കുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം ലെറ്റ്സ് സേ ഈ ലോകത്ത് ഒരു രീതിയിലുള്ള പീഡനങ്ങളും ഇല്ല, ഒരു രീതിയിലുള്ള തിന്മകളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പെയിനും സഫറിങ്ങും ഈ ലോകത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഈ ആർഗ്യുമെന്റ് റൺ ചെയ്യാം. ആൾക്ക് പറയാം ദൈവം പരമകാരുണ്യവാനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് തരാം. അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു തിന്മയില്ല അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സഫറിങ്ങോ ഒരു രീതിയിലുള്ള പെയിനോ ഇല്ലെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 ഇരട്ടി രീതിയിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാം, ദൈവത്തിന് എന്ത് ചെയ്യാം, നമുക്ക് നന്മകൾ തരാം. ദൈവം അതിന് സർവശക്തനാണോ? ശക്തനാണ്. അതിന് അതെങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിന് അറിയോ? അതെങ്ങനെ ചെയ്യണമെന്ന് അറിയാം. അത് ദൈവം പരമകാരുണ്യനായതുകൊണ്ട് തന്നെ ദൈവം അത് ചെയ്യണം. ലൈക്ക് ഇങ്ങനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെന്റ് റൺ ചെയ്യാൻ കഴിയും. പക്ഷെ അങ്ങനെ റൺ ചെയ്താൽ നമുക്ക് ഇമോഷണൽ അപ്പീൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ പൊതുവെ ഈ രീതിയിൽ റൺ ചെയ്യാതിരിക്കുന്നത്. എഗെയിൻ ഇവിടെ യൂട്ടിലിറ്റേറിയനിസം ആണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഈസിലി പ്രോബ്ലം ഓഫ് വില്ലിന് കൗണ്ടർ കൊടുക്കാൻ പറ്റും. കാരണം യൂട്ടിലിറ്റേറിയനിസം ബേസിക്കലി പറയുന്നത് സഫറിങ് കുറയ്ക്കുക എന്നത് മാത്രമല്ല യൂട്ടിലിറ്റേറിയനിസം പറയുന്നത്. യൂട്ടിലിറ്റേറിയനിസം പറയുന്നത് പ്ലഷർ മാക്സിമൈസ് ചെയ്യണം, പ്ലഷർ ഏറ്റവും ടോപ്പിൽ വരണം. അത് നെറ്റ് പ്ലഷർ, അതായത് പ്ലഷറും പെയിനും ഉള്ളതിന്റെ നെറ്റ് പ്ലഷർ ഏറ്റവും ടോപ്പിൽ വരുന്ന ഔട്ട്കമാണ് ഗോഡ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായും ദൈവം സർവശക്തനാണ്. ലൈക്ക് ഇപ്പൊ നമ്മളാരും നെറ്റ് പ്ലഷർ ഉണ്ടാക്കുന്നില്ല, നമ്മൾ ഏറ്റവും മാക്സിമൽ പ്ലഷർ നമ്മൾ ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മളാരും അധാർമികരാണെന്ന് നമ്മളാരും പറയാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കതിന് കഴിയില്ല. ഓക്കെ, അപ്പം സ്വാഭാവികമായും ദൈവം സർവശക്തനാണ്, ദൈവത്തിന് പക്ഷെ അത് കഴിയും. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൈവം ഈ പറയുന്ന പ്ലഷർ അല്ലെങ്കിൽ പ്ലഷർ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ ദൈവം എന്ത് ചെയ്യണം? ദൈവം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലഷർ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നെറ്റ് പ്ലഷർ ഇൻഫിനിറ്റ് ആവണം. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെറ്റ് പ്ലഷർ ഇൻഫിനിറ്റ് ആയാലും ഒരാൾക്ക് പറയാം ലൈക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പ്ലഷർ ഉണ്ടാക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ലൈക്ക് ഇൻഫിനിറ്റിലേക്ക് എത്ര ആഡ് ചെയ്യാൻ പറ്റും? ലെറ്റ്സ് ഒരു 10 ലക്ഷം ആളുകൾ ഇൻഫിനിറ്റ് ആളുകൾ പ്ലഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം ഒരാളെയും കൂടി സൃഷ്ടിച്ചിട്ട് അയാൾക്കും കൂടി പ്ലഷർ കൊടുക്കാമായിരുന്നല്ലോ എന്നൊരാൾക്ക് ചോദിക്കാം. അപ്പൊ ലൈക്ക് ഈ ആർഗ്യുമെന്റ് ലൈക്ക് അതുകൊണ്ട് തന്നെ ഈ മാക്സിമൽ പ്ലഷർ കൊടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. മെറ്റാഫിസിക്കലി ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എത്ര പ്ലഷർ ഉണ്ടെങ്കിലും നമുക്ക് അതിനേക്കാൾ കൂടുതൽ പ്ലഷർ കൊടുക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ആകെ ഇവിടെ ചെയ്യാൻ കഴിയുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലഷർ കൊടുക്കുക, നെറ്റ് പ്ലഷർ ഇൻഫിനിറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. മാക്സിമൽ ആക്കാൻ കഴിയില്ല. കാരണം എത്ര ആക്കിയാലും അതിന്റെ മുകളിലോട്ട് ഇനി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇൻഫിനിറ്റ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലൈക്ക് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ പീഡനങ്ങളൊക്കെ നടന്നാലും നെറ്റ് പ്ലഷർ ഇൻഫിനിറ്റ് ആവാം. ഓക്കെ, അഗെയിൻ ഇതിന് ഇമോഷണൽ അപ്പീൽ ഉണ്ടാവില്ല. റാഷണലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലെറ്റ്സ് സേ പീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനേക്കാൾ കൂടുതൽ പ്ലഷർ ഇൻഫിനിറ്റ് ഡിഗ്രിയിൽ, അതിപ്പോ ഇവിടെ നടക്കുന്ന പെയിൻ ആൻഡ് സഫറിങ്ങിന്റെ ലെറ്റ്സ് സേ അതിനെ ക്വാണ്ടിറ്റി എക്സ് എന്ന് വിളിക്കാം. അപ്പം ആ എക്സ് ടോട്ടൽ പ്ലഷർ ആ എക്സിനേക്കാളും ഇൻഫിനിറ്റി കൂടുതലാണെങ്കിൽ ഗോഡ് ചെയ്യേണ്ടത് കൂടി ചെയ്ത് കഴിഞ്ഞു. മാക്സിമലി പോസിബിൾ ആയിട്ടുള്ളത് ഗോഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ യൂട്ടിലിറ്റേറിയനിസം ആണ് എടുക്കുന്നതെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി യൂട്ടിലിറ്റേറിയനിസം അല്ല ഒരാൾ എടുക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും നമ്മൾ പ്രധാനമായും 3 റെസ്പോൺസുകളാണ് ഈ വിഷയത്തിൽ കൊടുക്കാറുള്ളത്. ലൈക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ലിങ്കിലിട്ട വീഡിയോസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 3 രീതിയിലാണ് നമ്മൾ റെസ്പോൺസ് ചെയ്യാറുള്ളത്. ഒന്നാമത്തത് ടോട്ടൽ എവിഡൻസ് അപ്രോച്ച് എന്ന് പറയും. ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്റെ പേഴ്സണൽ ഫേവറേറ്റ്. അതായത് ടോട്ടൽ എവിഡൻസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഈ ഫസ്റ്റ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്കെപ്റ്റിക്കൽ തീസം. ഇതിൽ തന്നെ മുമ്പിൽ പറയുന്ന ഈ വീഡിയോയിൽ തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്, ദൈവം വലിയ അറിവുള്ളവനായിരിക്കണം. ഈ ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും അറിവിനേക്കാളും വലിയ അറിവുള്ള ഒരാളായിരിക്കണം എന്നുള്ളത്. പക്ഷെ ഇത് മൂപ്പരുടെ ആർഗ്യുമെന്റിനുള്ള ഒരു ചെറിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ മൂപ്പരുടെ ആർഗ്യുമെന്റിനെ നല്ല രീതിയിൽ അണ്ടർമൈൻ ചെയ്യുന്ന മൂപ്പര് മനസ്സിലാക്കുന്നില്ല. കാരണം ഇപ്പൊ ഒരു ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. MBBS പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുകയാണ് അയാള് ഒരു നെർവ് കട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മളെ ബേസിക് നോളജ് വെച്ച് അറിയാം, നെർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കട്ട് ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമുക്കതറിയാം. നമുക്ക് ഏത് നെർവാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ, എന്താണ് ഇതിന്റെ റിസൾട്ട് എന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ ഡോക്ടറിനെതിരെ നമുക്ക് പ്രതികരിക്കാനുള്ള റൈറ്റ് ഇല്ല. കാരണം
നമ്മൾ നമ്മൾ MBBS പഠിച്ച ഒരാളാണെങ്കിൽ, ഈ ഡോക്ടറെ പോലെ MBBS പഠിച്ച ഒരാളാണെങ്കിൽ, അറിവുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും നമുക്ക് ആ ഡോക്ടറെ തിരുത്താൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ എന്നിട്ട് ഡോക്ടറിനെ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. വേറൊരു ഉദാഹരണം പറയാറുള്ളത് ഈ ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ കളികളെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പം എന്താണ്, ഒരു ഗ്രാൻഡ് മാസ്റ്റർ കളിക്കുകയാണ്. നമ്മൾ ആകെ ചെസ് കളിച്ചിട്ടുള്ളത് നമ്മളുടെ കൂട്ടുകാരൻ്റെ ഒപ്പരാണ്, എന്നിട്ട് നമ്മൾ തോറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മൾ പോയിട്ട് ഒരു ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഒരു മൂവ് എടുക്കണം, ഈ മൂവ് ശരിയല്ല, കാരണം ഇത് വെട്ടാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം ഗ്രാൻഡ് മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് മാസ്റ്റർ അതിന്റെ എന്താണ് അതിനുശേഷമുള്ള ഒരു 20 മൂവുകൾ എങ്ങനെ കൊടുക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവും. ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാതെ നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യുന്നത് യാതൊരു അർത്ഥമില്ല. അപ്പൊ സ്വാഭാവികമായും ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഗ്രേറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും പർപ്പസുകളുണ്ടോ, ദൈവം വെറ്റെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ, ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ഗ്രേറ്റർ പർപ്പസ് ഉണ്ടോ, ഇത് അറിയാനുള്ള ഒരു അറിവ് നമുക്കില്ല. അതായത് നമ്മൾ പറഞ്ഞത്, നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെ അറിവും കൂട്ടിച്ചേർത്താൽ പോലും ദൈവത്തിന്റെ അറിവിന്റെ ഒരു അംശം പോലും ആവില്ല. അങ്ങനെയുള്ള ദൈവത്തിന്റെ അറിവുമായാണ് നമ്മുടെ അറിവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. പൊതുവെ പറയാറുണ്ട്, എന്താണ്, നമ്മൾ കാണുന്നത് പിക്സലാണ്, ദൈവം കാണുന്നത് പിക്ചറാണ് എന്നുള്ളത്. സോ അത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുമ്പം നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഇതിന് 2 വേർഷൻസ് ഉണ്ട്. നമ്മൾ ഒരു രീതിയിലും ദൈവത്തിന്റെ പ്രവർത്തികൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അതാണ് ഒരു ഹാർഡ് ലെവൽ സ്കെപ്റ്റിക്കൽ തീസം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് ചെറിയ രീതിയിൽ കഴിയും, എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു രീതിയിലും അത് ഗ്യാരണ്ടീഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അത് ഒരു സെർട്ടൈനിറ്റി, ഒരു ലക്ഷ്യം നമുക്കൊരു പറയാം, ദൈവം ഇങ്ങനെ ചെയ്യാനാണ് ഒരു 80% സാധ്യത എന്ന് പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് 100% ദൈവം ഇങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ 99.999% ദൈവം ഇങ്ങനെ ചെയ്യും എന്ന രീതിയിൽ കോൺഫിഡൻസോടെ നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള 2 രീതികളുണ്ട്. ഒന്ന് ഒരു മോഡറേറ്റ് സ്കെപ്റ്റിക്കൽ തീസം എന്നോ, മറ്റേതിനെ ഹാർഡ് ലെവൽ അല്ലെങ്കിൽ സ്ട്രോങ് സ്കെപ്റ്റിക്കൽ തീസം എന്നോ, അല്ലെങ്കിൽ മിയർലി സ്കെപ്റ്റിക്കൽ തീസം എന്നോ നമുക്ക് വിളിക്കാം. അപ്പൊ ഇവിടെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസം അല്ലെങ്കിൽ മോഡറേറ്റ് സ്കെപ്റ്റിക്കൽ തീസം എടുക്കുക, എന്നിട്ട് ടോട്ടൽ എവിഡൻസ് അപ്രോച്ച്. അതായത് നമ്മൾ ദൈവം ഉണ്ട് എന്നതിന് ഒരുപാട് എവിഡൻസുകൾ നമുക്കുണ്ട്. ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് പോലെ, സൈക്കോപെസ്റ്റിക്കൽ ആർഗ്യുമെന്റ് പോലെ, ബയോളജിയിലുള്ള ഡിസൈൻ ആർഗ്യുമെന്റ് പോലെ, അതേപോലെ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, കണ്ടിജൻസി ആർഗ്യുമെന്റ് പോലെയുള്ള ആർഗ്യുമെന്റുകൾ, ഇപ്പം മോറൽ നോളജ് ആർഗ്യുമെന്റ്, അതേപോലെ ആന്ത്രോപിക് ആർഗ്യുമെന്റ്, അങ്ങനെ ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് നമ്മുടെ. ഈ ആർഗ്യുമെന്റ്സ് നമ്മൾ ഒരു വശത്ത് നോക്കുക. ഇവിടെ നമ്മൾ പ്രോബ്ലം ഓഫ് ഇബിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഈ ആർഗ്യുമെന്റ്സിന്റെ സ്ട്രെങ്ത് വളരെ ഹൈ ആയിരിക്കും, എന്നാൽ പ്രോബ്ലം ഓഫ് ഇബിലിന്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസം എടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്ട്രെങ്ത് കുറയും. കാരണം മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസത്തിൽ ദൈവം ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്ക് ആകെ 80% ഉള്ളൂ. ദൈവം ഇത് തടയാനുള്ള സാധ്യത കുറിച്ച് നമുക്ക് കോൺഫിഡൻസോടെ നമുക്ക് ആകെ തടയും എന്നുള്ളതിന് നമ്മുടെ കോൺഫിഡൻസ് ആകെ 80% മാത്രമേ ഉള്ളൂ. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം തടയും എന്നുള്ളത്. നമ്മുടെ അറിവിന്റെ പരിമിതി കാരണം നമുക്ക് അങ്ങനെ അത്രേ അതിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഒബ്വിയസ്ലി ഈ മെറ്റിക്കൽ സ്കെപ്റ്റിക്കൽ തീസവും ദൈവത്തിന്റെ മറ്റ് എവിഡൻസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് ദൈവം ഉണ്ട് എന്നാണ് നമ്മൾ നിർദ്ദേശിക്കുക. കാരണം ദൈവം ഇല്ല എന്നുള്ളതിന് ഇവർ കൊണ്ടുവരുന്ന എവിഡൻസ് നമ്മൾ ആദ്യം മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസം വെച്ച് വീക്കൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ എവിഡൻസുകൾ കൊണ്ടുവന്നിട്ട് ദൈവം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നു. ഇതാണ് ടോട്ടൽ എവിഡൻസ് അപ്രോച്ച്. പിന്നെ ഉള്ളത് സ്കെപ്റ്റിക്കൽ തീസം അപ്രോച്ച് ആണ്. സ്കെപ്റ്റിക്കൽ തീസം അപ്രോച്ച് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കെപ്റ്റിക്കൽ തീസം ബേസിക്കലി പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒരു രീതിയിലും ഗസ് ചെയ്യാൻ കഴിയില്ല. ഹാർഡ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക എക്സ്ട്രീം ലെവലുള്ള സ്കെപ്റ്റിക്കൽ തീസം ആണ്. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുന്നത് നമുക്ക് ഒരു രീതിയിലും പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ അറിവും പരിമിതി അത്രയും കുറവാണ്. അതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് കിട്ടിയാൽ മാത്രമേ ഇത് സംഭവിച്ചു എന്നുള്ളതും ദൈവം ഇല്ല എന്ന് കിട്ടുള്ളൂ. അപ്പൊ ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല എന്ന് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ദൈവം ഇല്ല എന്ന് നമുക്ക് കിട്ടില്ല. ദാറ്റ്സ് ബേസിക്കലി സ്കെപ്റ്റിക്കൽ തീസം 6. മൂന്നാമത്തെ അപ്രോച്ച് ഇതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഇതിന്റെ പിന്നിൽ ഒരു ഗ്രേറ്റർ ഗുഡ് ഉണ്ട്, ദൈവം ഇത് അനുവദിക്കുന്നതിന്റെ പിന്നിൽ ഒരു ഗ്രേറ്റർ ഗുഡ് ഉണ്ട് എന്നുള്ളത്. അവിടെ നമ്മൾ വൺ ഓഫ് ദ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫ്രീ വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റീസൺ ആണ്. അതായത് ദൈവം ദൈവം ഇത് തടയുകയാണെങ്കിൽ, ദൈവം ഇത് വന്ന് ഈ പറയുന്ന കാര്യങ്ങളും ഈ തിന്മകളും ഒക്കെ തടയുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരം ഒരു വേൾഡിൽ നമുക്ക് നമ്മുടെ അതായത് നമ്മളൊരു കേവലം റോബോട്ടുകളെ പോലെയായി മാറും. കാരണം നമുക്കൊരു കാര്യം നമ്മുടെ ഇച്ഛപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ തീരുമാനപ്രകാരം നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇപ്പോ നമ്മൾ എത്ര നന്മ ചെയ്ത്, അപ്പൊ 2 രീതിയിലുണ്ട്. അപ്പം എന്റെ തലയിൽ ഒരാളെ തോക്ക് വെച്ചിട്ട് നീ ഇത് ചെയ്തില്ലെങ്കിൽ, നീ ചാരിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ
നിന്നെ ഞാൻ കൊന്നുകളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ഒരാൾ നന്മ ചെയ്യിപ്പിക്കുന്നതും നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിൽ നിന്ന് ഇഷ്ടത്തിൽ നിന്ന് നന്മ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം സ്വാഭാവികമായും നിങ്ങളൊരു യൂട്ടിലിറ്റേറിയൻ ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ യൂട്ടിലിറ്റേറിയനുള്ള പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂട്ടിലിറ്റേറിയൻ ആണെങ്കിൽ ഗോഡിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഏറ്റവും ഹൈയിൽ വരുത്തുക എന്നുള്ളതിൽ ഇമ്പോസിബിൾ ആണ്. അപ്പൊ പിന്നെ ഇൻഫിനിറ്റ് നെറ്റ് പ്ലഷർ ഇൻഫിനിറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഗോഡിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അത് ഗോഡ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് നമുക്ക് യാതൊരു എവിഡൻസും ഇല്ല. പക്ഷെ യൂട്ടിലിറ്റേറിയൻസ് അല്ല നിങ്ങൾ എടുക്കുന്നത്. നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകളുണ്ട്. അത് പല കാര്യങ്ങളും നന്മയാവാം. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് നന്മയാവാം, ബ്രേവറി കറേജ് നന്മയാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. അപ്പം ലെറ്റ്സ് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾക്ക് ചാരിറ്റി കൊടുക്കുന്നു, അതും എന്താണ് എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി ഞാൻ ചാരിറ്റി കൊടുക്കുന്നതും, ഇതിൽ ഏതാണ് നല്ലത്, ഏതാണ് നന്മ, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ഗുഡ് ആയിട്ടുള്ളത്? അപ്പം നല്ലവനായിട്ടുള്ള ഒരു ദൈവം സ്വാഭാവികമായും ഏറ്റവും ഗുഡ് ആയിട്ടുള്ളതായിരിക്കും ചെയ്യുക. സ്വാഭാവികമായ എന്താണ് എന്നെ തോക്ക് ചൂണ്ടിപ്പിച്ചുകൊണ്ട് ഒരാൾ നന്മ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം അത് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് സ്വന്തം താല്പര്യപ്രകാരം ഞാൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, സ്വന്തം താല്പര്യപ്രകാരം ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യുന്നു. ഇതൊക്കെ സാധ്യമാവണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും പീഡനം നടക്കുന്ന സമയത്ത് ഗോഡ് അവിടെ വന്നിട്ട് തടയുകയാണ്, എല്ലായിടത്തും വന്ന് തടയുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവിടെ ബേസിക്സ് എന്താണ്? നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അത് ചെയ്യാൻ കഴിയില്ല. മറിച്ച് നമ്മുടെ എന്താണ് തലയിൽ ഒരാൾ തോക്ക് ചൂണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ആയിരിക്കും ഇവൻച്വലി എഫക്റ്റീവ്ലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പം പീഡിപ്പിക്കാൻ വേണ്ടി ഒരാൾ പോവുകയാണ്, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരാൾ പോവുകയാണ്. അവിടെ അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ദൈവം വന്നിട്ട് ഇടപെട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അവിടെ എന്ത് സംഭവിക്കും? അവിടെ ആളുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം തിന്മ ചെയ്യുമ്പോഴൊക്കെ ദൈവം വന്ന് തടയുന്നു, നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു വേൾഡിനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? തോക്ക് ചൂണ്ടിയിട്ട് ഒരു നന്മ ചെയ്യുന്ന ഒരാളെ പോലെ ആയിരിക്കും. മറിച്ച് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി തരികയും എന്നിട്ട് ആ നിയമവ്യവസ്ഥയിൽ ദൈവം ഇടപെടാതിരിക്കുകയും ചെയ്യണം. രണ്ട് ഓപ്ഷൻ നമ്മൾ ഇടുന്നത്. ഒന്നെങ്കിൽ ദൈവം ഇടപെടുക എന്നുള്ള ഓപ്ഷൻ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീ വിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ദൈവം ഇടപെടാതിരിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പീഡനങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. രണ്ട് ഓപ്ഷനാണ് നമ്മൾ മുമ്പിലുള്ളത്. ഒന്നെങ്കിൽ പീഡനങ്ങൾ ഒഴിവാക്കുക, അതല്ലെങ്കിൽ നമുക്ക് നന്മ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ഗോഡ് തിരഞ്ഞെടുക്കേണ്ടത്? ഇതിൽ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ യൂട്ടിലിറ്റേറിയൻസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ സംഭവങ്ങളൊന്നും വേണ്ട, അതായത് ഫ്രീഡം ടു ഡു അല്ലെങ്കിൽ ഫ്രീഡം മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ വില്ലും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, എന്ത് ചെയ്യാം? നമുക്ക് പ്ലഷർ മാക്സിമൈസ് ചെയ്താൽ മതി, പീഡനങ്ങളൊന്നും നടക്കണ്ട എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, യൂട്ടിലിറ്റേറിയനിസം റിക്വയർ ചെയ്യുന്നത് എന്താണോ അത് ഗോഡ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ ആർഗ്യുമെന്റ് വർക്ക് ആവില്ല. നിങ്ങളുടെ ആർഗ്യുമെന്റ് ഇമോഷണൽ അപ്പീൽ ഉണ്ടാവും, അതല്ലാതെ ആർഗ്യുമെന്റ് റാഷണലി വർക്ക് ആവില്ല. ഇനി അതല്ല നിങ്ങൾ പറയുന്നത്, ഇത് മാത്രമല്ല നന്മ, വേറെയും കുറെ നന്മകൾ ഉണ്ട് എങ്കിൽ ആ നന്മകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും എന്ത് വേണ്ടി വരും? നമുക്ക് ഇത്തരം പീഡനങ്ങൾ അവിടെ സംഭവിക്കും. ഇവിടെ നമ്മളൊരു ഡോക്ടറിന്റെ ഉദാഹരണം പറയാറുണ്ട്. ഡോക്ടർ ഒരാളുടെ കാല് മുറിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ്, നമ്മുടെ ആരും പറയുന്നില്ല. പക്ഷെ അയാളുടെ കാലുമിൽ ക്യാൻസർ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും കാല് മുറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗത്തേക്ക് അത് പകരും. അതുകൊണ്ട് തന്നെ മറ്റു ഭാഗത്തേക്ക് പകരാതിരിക്കാൻ വേണ്ടി കാല് മുറിക്കുക എന്നുള്ളത് നന്മയാണ്. എന്തോ കാല് മുറിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും അത് ശരീരത്തിന്റെ മറ്റു ഭാഗത്തിലേക്ക് പകരുന്ന സാഹചര്യത്തിൽ മുറിക്കാതിരിക്കുക എന്നുള്ളത് ശരിയല്ല. ഇതേപോലെ ഈ പീഡിപ്പിക്കുന്നതിനെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഗ്രേറ്റർ ഗുഡ് ഉണ്ട് എങ്കിൽ, ഗ്രേറ്റർ ഗുഡ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായി അത് ചെയ്യാതിരിക്കലാണ് ഒരു നല്ലവനായ ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് അങ്ങനെ ഫ്രീഡത്തോടെ നന്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് പീഡിപ്പിക്കപ്പെട്ട ആളുടെ മാനസികാവസ്ഥ, മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് നമ്മൾ നമ്മുടെ ലോങ് വീഡിയോയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സ്വർഗമുണ്ട് എങ്കിൽ ആ പീഡിപ്പിക്കപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഇൻഫിനിറ്റ് ലൈഫുള്ള ആളുടെ ജീവിതത്തിലെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു സമയത്ത് മാത്രമാണ് ഈ പീഡനം അനുഭവിക്കുന്നുള്ളൂ. ഈ പീഡനം കൊണ്ട് ഗ്രേറ്റർ ഗുഡ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എൻറ്റയർലി ഹോപ്പ്ലെസ് അല്ല, മറിച്ച് അയാൾക്ക് ജീവിതത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ പീഡനം ഉണ്ടാവുന്നുള്ളൂ.
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസം ഉണ്ടാവുന്നുള്ളൂ. ബാക്കി മൊത്തം എന്താണ് ആളുടെ ജീവിതം ലൈഫ് എടുത്തു നോക്കുകയാണെങ്കിൽ ലൈക്ക് എന്താണ് ഇൻഫിനിറ്റിയിലെ 60 വർഷം, ഇൻഫിനിറ്റിയിൽ 60 വർഷം എന്ന് പറഞ്ഞാൽ 1% പോയിട്ട് 0.5% പോയിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ അത്രയും ഷോർട്ട് പെർസെന്റേജ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇൻഫിനിറ്റിയിലെ 60 വർഷം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സീറോ മാത്രമാണ് ആൾ ചെയ്യുന്നുള്ളൂ, സഫറിങ് അനുഭവിക്കുന്നുള്ളൂ. പക്ഷെ എന്തിനാ സഫറിങ് അനുഭവിക്കുന്നത്? ഇതുകൊണ്ടുള്ള ഗ്രീറ്റർ ഗുഡ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് സഫറിങ് അനുഭവിക്കുന്നത്. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്, വെറുതെ അല്ല. ഗ്രേറ്റർ ഗുഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സഫറിങ് അനുഭവിക്കുന്നത്. എന്നാൽ ഈ സഫറിങ് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഫിനിറ്റ്, അതായത് പരലോകമുണ്ട്, പരലോകത്ത് സ്വർഗമുണ്ട്, അവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ ഹാപ്പിയായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആർ ഡോണ്ട് ഫൈൻഡ് എനി പ്രോബ്ലം. അതെ, ഇതിനകത്ത് ഇവര് മെയിനായിട്ട് ഈ ഒരു ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു കുറച്ച് അസംഷനുകൾ മാത്രം എടുത്തു വെച്ചിട്ടാണ്. അതാണ് ഇവരുടെ ഒരു മെയിൻ പ്രശ്നം. ഇപ്പം ദൈവം മെർസിഫുൾ ആണെന്നുള്ള ഒരു അസംഷൻ മാത്രമാണ് ഇവരെടുക്കുക. എന്നാൽ മെർസിഫുൾ മാത്രമല്ല, ദൈവം പറഞ്ഞിട്ടുള്ള മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പം ആഫ്റ്റർ ലൈഫ് ഉണ്ട് എന്നുള്ളത്, ദൈവം യുക്തിമാനാണെന്നുള്ളത്, നീതിമാനാണെന്നുള്ളത്, ഓൾ മൂവിങ് ആണെന്നുള്ളത്, അങ്ങനെ പല പല കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്നിരിക്കെ ഇവർക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഒരു ഇനിഷ്യൽ അസംഷൻ നടന്ന ദൈവം മെർസിഫുൾ ആണ് എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ റഹ്മാൻ എന്നുള്ളതാണ് നമ്മള് വെച്ചാല് ഇതില് ദൈവം ഓൾ നോയിങ് ആണെന്നുള്ളത് എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പറയുന്നത് ദൈവത്തിന് ഇതൊക്കെ മുമ്പ് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു, ഇതെങ്ങനെ തടയണം എന്ന് അറിയാമായിരുന്നു, അതിന് മാത്രമുള്ള ഓൾ നോയിങ്ങേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിന്റെ അപ്പുറത്തുള്ള ഒരു ബിഗ് പിക്ചർ കാണാനുള്ള ഓൾ നോയിങ്, അത്രയും നോളജ് ഗോഡനുണ്ട്, അവിടെ ഗോഡന്റെ നോളജ് യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് വിചിത്രമായി തോന്നിയത്. പിന്നെ സനഫ, ഞാൻ ഇറങ്ങിട്ടെ, അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടതുണ്ടായിരുന്നു. പോരെ, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടില്ല, ഇനി നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ പോരെ? ഓക്കെ, ബൈ. കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇതിനകത്തുള്ള മെർസിഫുൾ എന്നുള്ള മാത്രം ഒരു ആട്രിബ്യൂട്ട് മാത്രം എടുത്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഈ ഒരു ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം ദൈവം ഉണ്ട് എന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും ഇവർ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ടേക്ക്. ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലൈഫ് ഒരു ടെസ്റ്റ് ആണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ള ഖുർആനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇക്കാര്യങ്ങളൊന്നും ഇവർ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇവരാകെ എടുക്കുക എന്നുള്ളത് ദൈവം ആൾ മെർസിഫുൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവരെടുക്കുന്നത്. പക്ഷേ ഇസ്ലാമിക പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം റഹ്മാൻ എന്നുള്ള ഒരു മോസ്റ്റ് മെർസിഫുൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് വരിക. അപ്പം ആൾ മെർസിഫുൾ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ മാത്രമാണ് ഇവരുടെ ആർഗ്യുമെന്റ് ശരിക്കും നമ്മുടെ ഒരു ഇതിൽ വർക്ക് ആവുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതേമാതിരി ഷാന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പം ഷാവിലും പറഞ്ഞ മാതിരിയുള്ള കാര്യങ്ങൾ, ഇപ്പം ഏറ്റവും കൂടുതൽ തിന്മ ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഇപ്പം ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തോന്നിയവാസം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ തിന്മകൾ കൂടുതലും ഉണ്ടാകുന്നത്. അപ്പം അത് തടയുക എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് ദൈവം മാത്രം. അപ്പം ദൈവം ഉണ്ട്, അല്ലെങ്കിൽ സയ്യൂബ് പറഞ്ഞ മാതിരിയുള്ള നന്മ തിന്മകൾ എന്താണ് എന്ന് വിവേചിക്കാൻ തന്നെ ദൈവം ആവശ്യമാണ്. എന്നിട്ടാണ് എന്താണ് നന്മ തിന്മ എന്നുള്ളത് പറഞ്ഞിട്ട് തിന്മകളെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഗൈഡ്ലൈൻസ് വരെ തന്നിട്ടുള്ളത്. അപ്പം ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവര് ഈ ഒരു കാര്യത്തെ ദൈവത്തിന്റെ തലയിലേക്കിട്ട് അവരുടെ നാസ്തികതയെ അല്ലെങ്കിൽ അതിനെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പരിതാപകരമായ അവസ്ഥ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. അപ്പോ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞ പോലെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ഉള്ള ആർഗ്യുമെന്റ് ആണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചതമ്പുരാൻ കാരുണ്യവാൻ എന്നുള്ള ഒരേ ഒരു ഗുണം ഉള്ള ആളല്ല. ദൈവത്തിന് ഷാനു പറഞ്ഞ പോലെ അറിവുണ്ട്, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ്, യുക്തിജ്ഞനാണ്, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ഉള്ള നീതിമാനാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ദൈവത്തെയാണ് ഇസ്ലാം പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സിഫാത്തുകളുള്ള ഒരു ആണ് ഇസ്ലാം പരിചയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാരുണ്യം എന്നുള്ള ആ ഒരു ഗുണം അത് ഒരു സമയത്ത് പ്രകടിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ അതിനേക്കാൾ മറ്റൊരു രീതിയിലാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അറിവ് ദൈവത്തിന് ഉണ്ടാവുക എന്നുള്ളത് അത് അസംഭവ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാറുണ്ട്. ഇപ്പൊ നമ്മളൊരു ഡോക്ടർ ഒരു രോഗിയെ കീറി മുറിക്കുകയാണ്. അപ്പം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കീറി മുറിക്കുകയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് പറയാം, ഓക്കെ, ഇത് കാരുണ്യം, ഇത് ഇയാൾ എന്ത് പരിപാടിയെ കാട്ടുന്നത്, ഒരാളെ വേദനിപ്പിക്കുകയാണെന്ന് പറയാം. പക്ഷെ ആ വേദനിപ്പിക്കുകയാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എല്ലാ ഇൻഫർമേഷനും ഉണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അയാളെ വേദനിപ്പിക്കുകയാണെന്ന്.
കാരണം പിന്നെ ആ വേദനിപ്പിക്കുന്നത് എന്തിനാണ് മുറിക്കുക? ഒരുപക്ഷെ അതൊരു സർജൻ ഒരു രോഗിയെ ചികിത്സിക്കുകയായിരിക്കാം. അപ്പൊ ആ ഒരു കേസിൽ അത് നല്ല കാര്യമാണ്. നേരെ മറിച്ച് ഒരാള് പിന്നെ ഒരാവശ്യമില്ലാതെ വെറുതെ പോയിട്ട് ഒരാളെ വേദനിപ്പിക്കുകയായിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ അത് ചീത്ത കാര്യമാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ അതിന്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വിധി എഴുതാൻ കഴിയുള്ളൂ. ഇത് തിന്മയാണ് ഇത് എന്ന് വിധി എഴുതാൻ കഴിയുള്ളൂ. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം പഠിച്ചവൻ യുക്തിജ്ഞനാണ്. അവൻ ഇങ്ങനെ ഒരു ലോകത്തെയാണ് സൃഷ്ടിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ലോകത്തെ സൃഷ്ടിക്കാനുള്ള കാരണങ്ങൾ പടച്ചവനുണ്ടെങ്കിൽ, അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ പടച്ചവനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോകം ഇങ്ങനെ സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ കാരുണ്യവാനല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിന്റെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടണം. അപ്പൊ ഇനി എല്ലാ ഇൻഫർമേഷനും കിട്ടാതെ നമ്മൾ ഒരു വിധി എഴുതുകയാണെങ്കിൽ അതൊരു യുക്തിപരമായിട്ടുള്ള ഒരു വിധിയല്ല. അതായത് അവിടെ നമ്മളവിടെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എല്ലാ പോസിബിലിറ്റീസും റൂൾ ഔട്ട് ചെയ്തിട്ടല്ല അവിടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോ പിന്നെ കൃത്യമായിട്ട് തന്നെ എല്ലാം അറിയുന്ന പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇങ്ങനെ ഒരു ലോകത്തെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതായത് പരീക്ഷണത്തിന്റെ ഒരു ലോകമാണ്. ഈ ലോകത്ത് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള സാധ്യത മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു വിധി നാളെ മനുഷ്യന് വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. അതിൽ ഈ പ്രോബ്ലം ഓഫ് ഈവിൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ എങ്കിലും അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സരി. ഈവൻ നമ്മളെ ഇപ്പം അദ്ദേഹം പറയുന്ന എക്സാമ്പിൾസ് ഉണ്ടല്ലോ, ഇപ്പം കൊച്ചുകുട്ടികൾ വരെ പീഡനങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ള. ഇപ്പം നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം തന്നെ കൊച്ചുകുട്ടികൾ എന്നുള്ളത് മരണപ്പെട്ടാല് അവര് ഏത് രീതിയിൽ മരണപ്പെട്ടാൽ തന്നെ അവർക്ക് സ്വർഗം ആണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ സ്വർഗം ചെയ്യാന്നുള്ള അതിനു വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ ഒരു പ്രമിസോട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റിനകത്ത് അവർക്ക് സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് മെർസിഫുൾ എന്ന് പറ്റും. കാരണം എന്ന് വെച്ചാൽ അതാണല്ലോ അൾട്ടിമേറ്റ് നമ്മുടെ എയിം. അപ്പം ഇവര് ഈ പറയുന്ന ഒരു ലോകവീക്ഷണത്തിൽ നിന്ന് അവർക്കൊരു ജസ്റ്റിസോ നീതിയോ ഒന്നും കിട്ടുന്നതേ ഇല്ല. അപ്പോഴാണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് മെർസിഫുൾ ആയിട്ടുള്ള മോസ്റ്റ് ജസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ലോകവീക്ഷണത്തെ ഈ ഒരു കാര്യത്തെ വെച്ചിട്ട് കുറ്റം പറയാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അവർക്ക് സ്വർഗം കിട്ടുക എന്നുള്ളത് വരുമ്പോഴത്തേക്കും അവിടെ ജസ്റ്റിസ് അവിടെ നടക്കപ്പെട്ടു, നീതി നടത്തിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അവിടെ ദൈവത്തിന്റെ മറ്റൊരു ആട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള മോസ്റ്റ് ജസ്റ്റിഫുൾ എന്നുള്ളതും ആൾ നോവും എന്നുള്ളതും അവിടെ സാധൂകരിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് മെർസിഫുൾ എന്നുള്ളത് മാത്രമല്ല, അവിടെ നീതി, യുക്തി എന്നുള്ള മറ്റ് ആട്രിബ്യൂട്ടുകളും പൂർണ്ണമായിട്ടും സാധൂകരിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ എവിടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇസ്ലാമിക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വീക്ഷണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ജസ്റ്റിസും ഉള്ളതും യുക്തി ഉള്ളതും എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവരുടെ ഒരു ലോകവീക്ഷണത്തിൽ എന്താണ് ചെയ്യുന്നത്? എന്തൊക്കെയോ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ന്യൂറോൺ പാരന്റുകളുടെ ഫലമായിട്ടൊരു ബലാത്സംഗം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അത് കൊച്ചുകുട്ടികളായിട്ടും വലിയവരാട്ടെ. എന്നിട്ട് എന്തൊക്കെയോ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ന്യൂറോൺ ഫാനുകളുടെ ഫലമായിട്ട് അവര് ആ ഒരു രീതിയിൽ പ്രവർത്തിച്ച് മരിച്ചു പോവുകയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടുന്നുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും യുക്തിപരമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യാതൊരു വിധത്തിലുള്ള ഒരു കൺക്ലൂഷനും, ഒരു റാഷണൽ കൺക്ലൂഷനും നമുക്ക് ആ ഒരു പ്രവർത്തി നടന്നതിലൂടെ നമുക്ക് ഇവരുടെ ഈ നാസ്തികതയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ ലോകവീക്ഷണത്തിൽ നമുക്ക് പറയാനേ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു റിസൾട്ടോ ഒരു ജസ്റ്റിസോ ഒരു നീതിയോ ഒരു മെസ്സോ ഒന്നും ഇല്ലാത്ത ഒരു ലോകവീക്ഷണത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ ഇസ്ലാം എന്നുള്ള ഒരു മോസ്റ്റ് മെർസിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റാഷണാലിറ്റി ഉള്ള അല്ലെങ്കിൽ നീതിയുള്ള ഒരു ലോകവീക്ഷണത്തെ കുറ്റം പറയാൻ ഇവർ ഈ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് എന്നുള്ളത് തന്നെ ഇവരുടെ ആ ഒരു ലെവൽ ഓഫ് എന്താണ് പറയാ ഒരു സ്റ്റാൻഡേർഡ് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ഈ വിഷയത്തില് ഇതിന്റെ ഒരു ലോജിക്കൽ ആസ്പെക്ട് വളരെ ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്ന മറ്റു 2 വീഡിയോസ്, നേരത്തെ ഷാൻ ഉദ്ധരിച്ച വീഡിയോസിന്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെ അതും കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? നമ്മളെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.